IFCPF ഇന്റർകോണ്ടിനെന്റൽ കപ്പ് സെറിബ്രൽ പാൾസി ഫുട്ബോളിനുള്ള ദേശീയ വനിതാ ടീമിനെ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 5 പേരാണ് ടീമിലുള്ളത്. കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് വിദ്യാർത്ഥികൾക്ക് യാത്രയയപ്പ് നൽകി. ഓഗസ്റ്റ് 18-ന് ഇംഗ്ലണ്ടിൽ ആരംഭിക്കുന്ന IFCPF ഇന്റർകോണ്ടിനെന്റൽ കപ്പ് സെറിബ്രൽ പാൾസി ഫുട്ബോൾ. അവിടെ ഇന്ത്യൻ കുപ്പായത്തിൽ മലയാളികളായ 5 പേർ: അവന്തിക വിനോദ്, വ്രജസൂര്യ, നിയ ഫാത്തിമ, ആര്യ എസ് നയൻ, റിയ കോശി. രാജ്യത്തിനായി പന്തു തട്ടാൻ അവസരം ലഭിച്ചതിൽ എന്തെന്നില്ലാത്ത സന്തോഷം. കപ്പടിച്ച് തിരിച്ചുവരുമെന്ന നിശ്ചയദാർഢ്യം. ഞാൻ ഓടുമ്പോഴത്തേക്കും എല്ലാം ചെയ്യുമ്പോഴത്തേക്കും കളിക്കുമ്പോഴത്തേക്കും എല്ലാം വീഴുമായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഇതിലൂടെ സംഭവിച്ചിട്ടുണ്ട്. ടീച്ചർ വന്നപ്പോൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ടീച്ചർ വന്ന് എന്നെ ചാടിച്ചപ്പോഴാണ് ഇഷ്ടം തുടങ്ങിയത്. പരിമിതികൾക്ക് ഇടം നൽകാതെ ഓരോ ടീം അംഗങ്ങൾക്കും കരുത്ത് പകർന്ന പരിശീലകയ്ക്കും ഇത് അഭിമാന നിമിഷം. നടക്കാൻ പറ്റാത്ത കുട്ടികൾ എന്ത് ഫുട്ബോൾ കളിക്കാനാണ്, അല്ലെങ്കിൽ ഓടാൻ പറ്റാത്ത കുട്ടികൾ എന്ത് അത്ലറ്റിക്സിന് പോകാനാണെന്നുള്ളൊരു പൊതുവായിട്ടുള്ളൊരു ധാരണയുണ്ടായിരുന്നു. നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്ന ഒരു ഇവൻറ്റിലേക്ക് അവർക്ക് എൻട്രി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ഇവർക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ ഇപ്പോൾ അടുത്ത മാസം നമുക്ക് തൃശ്ശൂർ കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ വെച്ച് ഈ കുട്ടികളുടെ ഇന്റർ സെൻറ്റർ മത്സരങ്ങൾ നടത്തുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും സ്പോൺസർഷിപ്പ് ലഭിക്കാത്തതിലെ ചെറിയൊരു ആശങ്കയും പരിശീലക പങ്കുവച്ചു. ചലഞ്ചാണ്. കാരണം നമുക്കിപ്പോൾ ഇതിൻ്റെ എയർ ടിക്കറ്റ്, വിസ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇപ്പോഴും ഞങ്ങളൊരു അതിൻ്റെ ഒരു ഫണ്ടിങ്ങിനുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ശരിക്കും ഒരു കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അതും നമുക്ക് ഒരു കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നടക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ടീം അംഗങ്ങൾക്ക് ജേഴ്സി വിതരണം ചെയ്തു. സമഗ്ര ശിക്ഷ കോഴിക്കോടും സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയും സംയുക്തമായി നടത്തുന്ന പരിശീലന പദ്ധതിയാണ് വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലണ്ടിലേക്കുള്ള വാതിൽ തുറന്നത്. ബ്യൂമർക്ക് ഇന്ത്യ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയായിരുന്നു പരിശീലന പരിപാടികൾ. ന്യൂസ് മലയാളം, കോഴിക്കോട്.